ഹലോ ഗായ്സ്, ഞാനിന്ന് നിങ്ങളുമായിട്ട് കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണ് വന്നത് കേട്ടോ. വേറൊന്നുമല്ല, നിങ്ങൾ ഇനിയിപ്പോൾ എന്താ കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ട ഗായ്സ്. എനിക്ക് ഹാഫ് സെഞ്ചുറി അടിച്ചു ഗായ്സ്. അത് ഏപ്രിൽ 2-നായിരുന്നു ഗായ്സ്. അപ്പോൾ അതിൻ്റെ സന്തോഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടുള്ള കുറേ വീഡിയോ ക്ലിപ്പുകൾ ചേർത്ത് വെച്ചിട്ടുള്ളൊരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ എഡിറ്റ് ചെയ്യുന്നതിനൊപ്പം വോയിസ് കൊടുക്കുമ്പോൾ വളരെ ക്ലിയർ ഉണ്ടാവില്ല. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ക്ലിയർ ഉണ്ടാവാറില്ല. അപ്പോൾ ഓഡിയോ പെട്ടെന്ന് ഓടിക്കൊണ്ടിരിക്കും, പക്ഷേ വോയിസ് പിന്നാലേ വരുള്ളൂ. അപ്പോൾ അത് കേൾക്കാൻ ഒരു ഭംഗി ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഓഡിയോ ആയിട്ട് ഇടാൻ തീരുമാനിച്ചത് കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെ 50 വയസ്സ് പൂർത്തിയായ ദിവസം അന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ മക്കളെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മക്കൾ നല്ല ഹാപ്പി ആയിട്ട് തന്നെ അവരത് ആഘോഷിച്ചു കേട്ടോ. കാരണം മനുഷ്യൻ്റെ ജീവിതമല്ലേ, നമുക്ക് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ എപ്പോഴാണ് ദൈവം തരുന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ കിട്ടിയ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ ഹാപ്പി ആയിട്ട് വളരെ സന്തോഷത്തോടെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ലഭിക്കാത്തത്ര സന്തോഷം എനിക്ക് അന്ന് എൻ്റെ മക്കൾ നല്ലോണം ഒരുക്കിയിരുന്നു കേട്ടോ. കാരണം രാത്രി 12 മണിക്ക് വന്നിട്ട് എൻ്റെ മക്കൾ എന്നെ വന്ന് വിളിക്കണു, ഞാൻ എണീക്കണു. അബോധാവസ്ഥയിൽ എണീച്ചാൽ എന്നെ അവർ റൂമൊക്കെ കറക്റ്റ് ചെയ്ത് എല്ലാ ഡെക്കറേഷനൊക്കെ ചെയ്ത് അടിപൊളിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് വിളിച്ചിട്ട് പോകണു, ഞാനാകെ അന്തം വിട്ട് പോയി. കാരണം ഇവരെല്ലാവരും കൂടെ, ഞാനും എൻ്റെ മക്കളും എല്ലാവരും കൂടെ ചേർന്നിരുന്ന് 10:30-ക്കാണ് ഞാൻ കിടക്കാൻ പോണത്. അതുവരെ ഇവർ ഒരനക്കവും ഇല്ല. കാരണം ഇവർ വെയിറ്റ് ചെയ്യാണ് ഞാൻ എപ്പോഴാണ് കിടക്കാൻ പോണത്, അതിന് ശേഷം വേണം അവർക്കിതെല്ലാം ഒരുക്കി തയ്യാറാക്കി വെക്കാൻ. അപ്പോൾ ഞാനിതൊന്നും പറഞ്ഞു, ഞാൻ പോയി കിടന്നു കേട്ടാ. കിടന്നു കഴിഞ്ഞ് കുറച്ച് നേരം ഒരു നല്ല ഉറക്കത്തിലുണ്ട്. എൻ്റെ മകൻ വന്നിട്ട്, മകനും മകളും മരുമകളും ഒക്കെ കൂടെ വന്നിട്ട് എൻ്റെ മക്കളെല്ലാവരും കൂടെ വന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ മെല്ലെ വരാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, ഇവരെന്തോ റെഡിയാക്കിയിട്ടുണ്ട്, പടി ഒപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി നോക്കുമ്പോൾ ആ റൂം ഡെക്കറേറ്റ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരുന്നു. നല്ലോണം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാം പോയി നോക്കുമ്പോൾ അടിപൊളിയായിരുന്നു. കേക്കൊക്കെ മുറിച്ചു. എൻ്റെ മക്കളെല്ലാവരും കൂടെ ചേർന്ന് വളരെ ഹാപ്പി ആയിട്ട് എന്നെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ ശേഷം ഗൈസ് കണ്ടോ ഗൈസ്, എനിക്ക് എൻ്റെ മക്കളെ ഗിഫ്റ്റായി തന്നതാണ്. സർപ്രൈസ് ആയിരുന്നു കേട്ടോ. ഞാൻ ആകെ അന്താളിച്ച് പോകുക പറയില്ലേ, എനിക്കിത് പ്രതീക്ഷിച്ചിട്ടില്ല. എനിക്ക് വേണമായിരുന്നു, എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ മക്കൾ ഇത് കറക്റ്റ് ചെയ്ത് തന്നു. പിന്നെ ഒരു ജോഡി ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അതിന് ശേഷം പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങളെല്ലാവരും എൻ്റെ മരുമകളുടെ അമ്മയും അച്ഛനും എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പാലക്കാട് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിറ്റന്നാൾ ഞങ്ങൾ റിസോർട്ട് ബുക്ക് ചെയ്തിട്ട് അവിടെ ആയിരുന്നു അടിപൊളിയായിരുന്നു പരിപാടി, ഗ്രാൻഡായിരുന്നു. പക്ഷെ എൻ്റെ മകന് വേറെ എവിടെയെങ്കിലുമൊക്കെ പോകണോ എന്നുള്ള ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നോട് ചോദിച്ചു അമ്മയ്ക്ക് എവിടെ പോകേണ്ടതെന്ന്. ഞാനിങ്ങനെ ആലോചിച്ചു ഗൈസ്, നമ്മൾ ഈ വെയിലത്ത് പോയിട്ട് അലിയതിനേക്കാളും ബെറ്റർ ഒരു നല്ല പ്ലേസിൽ പോയിരുന്നിട്ട് സന്തോഷമായിട്ട് ആ ഉള്ള സമയം കറക്റ്റ് ചെയ്തിട്ട് സന്തോഷിക്കുക എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത്. അങ്ങനെ അവൻ തിരഞ്ഞെടുത്തത് കാഞ്ഞിരപ്പുഴ എന്നുള്ള സ്ഥലത്താണ് കേട്ടോ. ഡാമിൽ പോയി അവിടെ ഒക്കെ കുറച്ച് നേരം ചുറ്റിക്കറങ്ങിയതിന് ശേഷം ഞങ്ങൾ അവിടെ പാലക്കയം പറഞ്ഞ സ്ഥലത്തൊരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ട് അവിടെയായിരുന്നു ഞങ്ങൾ ഒരു ദിവസം ഫുള്ളായിട്ട് അടിച്ചു പൊളിച്ചു എന്ന് വേണം പറയാൻ. അവിടെ സ്വിമ്മിങ് പൂളുണ്ട്, എല്ലാം ഉണ്ടായിരുന്നു. അടിപൊളിയായിട്ട് കാണാനും അതെ അടിപൊളിയായിരുന്നു ആ സ്ഥലം. വളരെ സന്തോഷത്തോടെ ഞങ്ങളത് ആസ്വദിക്കുകയും ആഹ്ലാദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതിൻ്റെ വീഡിയോകളൊക്കെ എടുത്തിട്ടുണ്ട്. കുറച്ചായിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് അതെല്ലാം കൂടി കൂട്ടി ചേർത്തുമ്പോൾ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങളത് ശ്രദ്ധിക്കണ്ട, കാരണം എനിക്ക് അങ്ങനെയൊക്കെ അറിയുള്ളൂ ഗൈസ്. അതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് 50 വയസ്സ് പൂർത്തിയാച്ച ദൈവം പൂർത്തീകരിച്ചു വന്നു. കാരണം നമുക്ക് അസുഖമൊന്നും ഇല്ലാതെ ഇവിടം വരെ എത്തിച്ചില്ലേ. അപ്പോൾ അത് നന്നായിട്ട് ഞങ്ങൾ അടിച്ച് പൊളിച്ച് സന്തോഷിച്ചു. വേറൊന്നുമല്ല ഗൈസ്, നമ്മൾ ഒരുപാട് വിഷമങ്ങൾ അഭിമുഖീകരിച്ച ഒരാളാണ്. കാരണം വേറൊന്നുമല്ല ഗൈസ്, എൻ്റെ ജീവിതത്തിൽ നല്ലൊരു കാലഘട്ടത്തിലേക്ക് വരുമ്പോഴായിരുന്നു ഞങ്ങളുടെ വീട്ടിലൊരു ആകസ്മികമായ മരണം സംഭവിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നൊരു അവസ്ഥയിൽ കൂടെ പോയി. പക്ഷേ എൻ്റെ മക്കളും എൻ്റെ മരുമകളും എല്ലാവരും കൂടെ ചേർന്ന് എന്നെ എങ്ങനെയാ പറയുക, ചേർത്ത് നിർത്തി എന്നല്ല, എന്നെ കൂട്ടിപ്പിടിച്ച് എൻ്റെ എല്ലാ വിഷമങ്ങളും മറക്കുന്ന രീതിക്ക് എൻ്റെ മക്കൾ എന്നെ കൊണ്ട് നടത്തുകയാണ് ഗൈസ്. അപ്പോൾ എൻ്റെ ഇഷ്ടമാണ് എൻ്റെ മക്കളുടെ ഇഷ്ടം, എൻ്റെ സന്തോഷമാണ് എൻ്റെ മക്കളുടെ സന്തോഷം, അതുപോലെ തന്നെ എൻ്റെ മക്കളുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം ഗൈസ്. എനിക്കിപ്പോൾ ഇനി അവർ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ച് എനിക്ക് പറയാൻ ആഗ്രഹമില്ല ഗൈസ്. ഇത് വലിയൊരു നഷ്ടമാണ്, തീരാത്തത്രയും വേദനകൾ നിറഞ്ഞ ഒരു നഷ്ടമാണ് ഗൈസ്. അത് നമുക്കിനി ഒരിക്കലും ആ നഷ്ടം നികത്താൻ കഴിയില്ല ഗൈസ്. അപ്പോൾ ഈ ഉള്ള സന്തോഷം വളരെ സന്തോഷവും ആ സമയം നമ്മൾക്ക് ഉള്ളത് നന്നായി യൂസ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഗൈസ്.
എനിക്ക് ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഭയങ്കര സങ്കടം വരും ഗൈസ്. കാരണം നമ്മുടെ ജീവിതത്തിൽ നല്ലതെന്ന് പറയുന്ന ആ ഒരു നിമിഷത്തിലേക്ക് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വീട്ടിലൊരു അപകടം സംഭവിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ ഇന്ന് വരെ ഞാൻ നിങ്ങളായിട്ട് ആരുമായിട്ടും ഷെയർ ചെയ്തിട്ടില്ല. കാരണം അതൊന്നും ഷെയർ ചെയ്യുന്നത് ആർക്കും ഇഷ്ടമല്ല. അതാണ് അതിൻ്റെ വിഷയം. കാരണം നമ്മളെ അതിനെക്കുറിച്ച് വിഷമിപ്പിച്ചിട്ട് ഇനി എന്തായാലും നമുക്ക് തിരിച്ചു കിട്ടില്ലല്ലോ ഗൈസ്. ആ ഒരു അവസ്ഥയിൽ കൂടെ തന്നെ ഇനി നമ്മൾ കടന്നു പോകണം. അപ്പോൾ അതിനെ മറക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. ജീവനുള്ള കാലം വരയ്ക്കും നമുക്ക് എന്തായാലും മറക്കാൻ കഴിയില്ല. എങ്കിൽ തന്നെയും മക്കളുടെ സന്തോഷങ്ങളിലൂടെ നമ്മൾ അതിനെ വിഷമിച്ചിരുന്ന് നമ്മുടെ മക്കളെ കൂടെ വേദനിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ നമ്മൾ സന്തോഷിക്കുക. ഉള്ള സമയം എത്രയാണോ ദൈവം തരുന്നത് അതിനെ നമ്മൾ സന്തോഷിക്കുക. ബാക്കിയുള്ളതൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ച് നമ്മുടെ മക്കളോടൊപ്പം നമ്മൾ മുന്നിലേക്ക് പോവുക. അവർ സന്തോഷിക്കുന്ന കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. ഇതാണ് നമ്മളുടെ ജീവിതം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വീഡിയോകളുമായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾ ഈ വീഡിയോ കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗായ്സ്. അപ്പോൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അല്ല എന്നെപ്പോലെ ഒരുപാട് അനുഭവസ്ഥർ നമ്മൾ ഈ വീഡിയോ കാണുന്നവരുണ്ടാവും. എല്ലാവരും സന്തോഷം ഉണ്ടാവണമല്ലോ. മനുഷ്യർക്ക് പല രീതിയിലുള്ള വിഷമങ്ങളും പല രീതിയിലാണല്ലോ. എൻ്റെ വിഷമം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്നെക്കാളും വിഷമം അനുഭവിക്കുന്ന ഒരുപാട് പേര് ഈ ഭൂമിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗൈസ്. ഇനി ഇതിൻ്റെ ഒരു തുടർന്നുള്ളൊരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലുണ്ടായ ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അടുത്ത വീഡിയോയിൽ വരാം. ബൈ.